ട്രയാങ്കിളിനെ നമുക്ക് സൈഡിൻ്റെ ബേസിസിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, ആംഗിളിൻ്റെ ബേസിസിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സൈഡിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വിലേറ്റർ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ, സ്കെയിലിൻ ട്രയാങ്കിൾ, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ആംഗിളിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അക്യൂട്ട് ആംഗിൾ ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിലേറ്റർ ട്രയാങ്കിൾ. എന്താണ് ഇക്വിലേറ്റർ ട്രയാങ്കിൾ? ഇക്വിലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ മൂന്ന് സൈഡും ഈക്വലായി, ഈ മൂന്ന് സൈഡും ഈക്വലായിട്ട് വന്നെങ്കിൽ ഒരു ട്രയാങ്കിളിന് മൂന്ന് സൈഡ് ഉണ്ടാവും അല്ലേ? ആ മൂന്ന് സൈഡും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഓൾ 3 സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും, മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും. ഓൾ 3 ആംഗിൾസ് ആർ ഈക്വൽ. അതിന് ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾസ് ഉണ്ടാവും അല്ലേ? ആ 3 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ദി 3 ലൈൻസ് ഓഫ് സിമെട്രി, 3 ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ടായിരിക്കും. സിമെട്രി എന്ന് പറഞ്ഞാൽ സൈഡിനെ ഈക്വലായിട്ട് ഭാഗിക്കുന്നതിനാണ് സിമെട്രി എന്ന് പറയാം. അപ്പം ഈ ഒരു സൈഡിനെ ഈക്വലായിട്ട് ഭാഗിക്കുന്നതാണ് ഈ ഒരു ലൈൻ. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിൻ്റെ സിമെട്രി. ഓക്കെ, അതേപോലെ മറ്റ് ഈ ഒരു സൈഡിനും ഉണ്ടായിരിക്കും സിമെട്രി. ഇതാണ് ഈ സൈഡിൻ്റെ AC എന്ന സൈഡിൻ്റെ സിമെട്രി. ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈന് ഈ AC എന്ന സൈഡിനെ ഈക്വലായിട്ട് ഭാഗിക്കുന്നതിനാണ് സിമെട്രി എന്ന് പറയാം. ഓക്കെ, അതേപോലെ AB എന്ന സൈഡിനുമുണ്ടൊരു സിമെട്രി, ആ സിമെട്രിയാണ് AC. ഓക്കെ, ദെൻ the alternate median angular bisector and the perpendicular lines are same show as AE. Same show ആയിരിക്കും AEക്ക്. 5. The orthocenter and centroid are same show as O. ഇതിൻ്റെ ഒരു സെൻറ്ററാണ് O എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഈ 2 സൈഡ് ഈക്വൽ ആയതിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുക. 2 സൈഡ് ഈക്വലായി വരുന്നതിനാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം. 1 ലൈൻ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കും, അതിന് ഒരു ലൈൻ ഓഫ് സിമെട്രി. ഇതിൽ സിമെട്രി എന്ന് പറയുന്നത് ഈ AE എന്ന ലൈനാണ്. AE എന്ന ലൈനാണ് ഇതിൽ സിമെട്രിയായി വരുന്നത്. ദെൻ 2 ആംഗിൾസ് ഓഫ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈ ഈക്വൽ സൈഡ്സിന്, ഇതിൽ ഈക്വൽ സൈഡ് ഈ 2 സൈഡാണ് അല്ലേ? അതിന് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന 2 സൈഡും ഈക്വൽ, 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. ദെൻ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അതാണ് മെയിനായിട്ട് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഓക്കെ, the altitude AE bisects the base and the apex angle into 2 equal parts, forming 2 congruent right angled triangle. Then ഈ ഒരു സിമെട്രി ഫോം ചെയ്യുമ്പോൾ, ഈ ഒരു സിമെട്രി ഇവിടെ ഉണ്ടാകുമ്പോൾ 2 ട്രയാങ്കിൾ കിട്ടും അല്ലേ? ആ 2 ട്രയാങ്കിളും കോൺഗ്രന്റ് ട്രയാങ്കിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്താണ് കോൺഗ്രന്റ് ട്രയാങ്കിൾ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സ്കെയിലിൻ ട്രയാങ്കിൾ. സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡും വ്യത്യസ്തമായിരിക്കും. 3 സൈഡും വ്യത്യസ്തമായ സൈസായിരിക്കും, ലെങ്ത് ആയിരിക്കും. ദെൻ 3 ആംഗിളും വ്യത്യസ്തമായ അളവ് ആയിരിക്കും. ഇതാണ് സ്കെയിലിൻ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. നോ ഈക്വൽ സൈഡ്സ്, നോ ഈക്വൽ ആംഗിൾസ്, നോ ലൈൻസ് ഓഫ് സിമെട്രി.
സ്കെയിലിൻ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. ദെൻ ആംഗിളിൻ്റെ കേസിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പം ഓൾ എന്താണ് അക്യൂട്ട് ആംഗിൾ? ഓൾ ഇൻറ്റേർണൽ ആംഗിൾസ് ഈക്വൽ ലെസ് ദാൻ 90 ഡിഗ്രി. ഇൻറ്റേർണൽ ആംഗിൾ പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലെ ആംഗിളിനെയാണ് ഇൻറ്റേർണൽ ട്രയാങ്കിൾ എന്ന് പറയാം. ആ ഇൻറ്റേർണൽ ട്രയാങ്കിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. ദർ ആർ ക്യൂട്ട് ലിറ്റിൽ ആംഗിൾ ആർ ദെൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പം വൺ ഇൻറ്റീരിയർ ആംഗിൾ മെഷേർഡ് മോർ ദാൻ 90 ഡിഗ്രി. ഒരു ആംഗിൾ എങ്ങനെയായാലും 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ലെങ്തി സൈഡായിരിക്കും. മോർ ദാൻ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ലെങ്തി സൈഡായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ 90 ഡിഗ്രി. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കണ്ടാലറിയാം അല്ലേ? അതാണ്. ഇനി ഓരോ ട്രയാങ്കിളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഈ ഒരു 90 ഡിഗ്രി ആയിരിക്കും. അതിന് ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും ലെങ്തി സൈഡ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തമ്മിലുള്ളൊരു തിയറമാണ് നമ്മൾ അൽഗോരിതമിക് തിയറം എന്ന് പറയുന്നത്. അൽഗോരിതമിക് തിയറം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ലെങ്തിയായ ഒരു സൈഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോടെന്യൂസ്. ഹൈപ്പോടെന്യൂസ്. ദെൻ ഈ ഒരു സൈഡിനെ പറയുന്ന പേരാണ് ബേസ്. ഈ ഒരു സൈഡാണ് ഹൈറ്റ്. ഇങ്ങനെ 3 സൈഡാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടായിരിക്കുക. അൽഗോരിതമിക് തിയറി എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ട്രയാങ്കിളിനെ കുറിച്ചുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറയുന്നത്. താങ്ക് യു.